കർത്താവിൻ്റെ മഹത്വമുള്ള നാമം വാഴ്ത്തപ്പെടട്ടെ. എല്ലാ മക്കൾക്കും വേഗം വരുന്ന കർത്താവായ യേശുവിനുള്ള സ്നേഹവും വന്ദനവും. വളരെ പ്രാർത്ഥനയോടെ നമുക്ക് വീണ്ടും ദൈവവചനത്തിൽ നിന്നും കേൾപ്പാനായിട്ട് ഇടയായിത്തീരട്ടെ. ഹല്ലേലൂയ. ഞാൻ ഇന്ന് വിശദീകരിച്ച് പറയാനുള്ള സമയം എൻ്റെ മുമ്പാകെയില്ല. നമുക്കിന്ന് ദൈവാത്മാവ് നടത്തുന്നത് പോലെ നടക്കണം. വ്യക്തിജീവിതവും കുടുംബജീവിതവും ജോലിയും ആരാധനയും സഭായോഗങ്ങളിലുമെല്ലാം നമുക്ക് നടത്താൻ ഒരു ദൈവമാണ്. ആ ദൈവാത്മാവിൻ്റെ നിയോഗത്തിലും സാന്നിധ്യത്തിലും വേണം നമ്മുടെ എല്ലാ സഭാ കൂടിവരവുകളും ആയിരിക്കേണ്ടത്. അതുകൊണ്ട് ദൈവം അതിനായിട്ട് നമ്മളെ ഒരുക്കട്ടെ, നമ്മളെ അതിനായിട്ട് സഹായിക്കട്ടെ. ഈ ലൂക്കോസിൻ്റെ സുവിശേഷം കർത്താവിൻ്റെ ദാസൻ തന്നെ പറയുന്നത് അങ്ങനെ തിയോഫിലോസിനോട് പറയുകയാണ്. പലരും എഴുതിയിട്ടുണ്ടല്ലോ, അതുകൊണ്ട് 4-ാം വാക്യം അത് ക്രമമായി എഴുതുന്നത് നന്നെന്ന് ആദ്യം മുതൽ സകലവും സൂക്ഷ്മമായി പരിശോധിച്ചിട്ട് എനിക്കും തോന്നിക്കും. ഒന്ന് ക്രമമാക്കി കർത്താവിൻ്റെ ദാസൻ ലൂക്കോസ് വൈദ്യനാണ്, അദ്ദേഹം ഒന്ന് എഴുതുകയാണ്. അതിനകത്ത് പറഞ്ഞു വരുന്ന ഭാഗങ്ങൾ നിങ്ങളൊന്ന് വേഗത്തിലൊന്ന് എന്നെ ഒന്ന് ശ്രദ്ധിച്ചാട്ടെ. യഹൂദ്യ രാജാവായ ഹെരോദാവിൻ്റെ കാലത്ത് അബിയാക്കൂറിലെ സഖരിയാവ് എന്ന പേരുള്ള ഒരു പുരോഹിതൻ ഉണ്ടായിരുന്നു. അവൻ്റെ ഭാര്യ അഹ്റോന്റെ പുത്രിമാരിൽ ഒരുത്തിയായിരുന്നു. അവൾക്ക് എലിശബത്ത് എന്ന പേർ. ഇരുവരും ദൈവസന്നിധിയിൽ ശ്രദ്ധിക്കുക. സഖരിയാവ് പുരോഹിതൻ, അദ്ദേഹത്തിൻ്റെ ഭാര്യ അഹ്റോന്റെ പുത്രിമാരിൽ ഒരുത്തി, അവള് എലിശബത്ത് എന്ന പേർ. അവളെന്ത് ചെയ്തു? ദൈവസന്നിധിയിൽ ഇവരുടെ യോഗ്യത പറയുക. നിങ്ങൾക്ക് എനിക്ക് യോഗ്യതയുണ്ടോ നോക്കണം. അവരുടെ യോഗ്യത ദൈവസന്നിധിയിൽ ഇരുവരും നീതിയുള്ളവർ ആയിരുന്നു. പരിശുദ്ധാത്മാവാണ് ഈ വചനം എഴുതുന്നത്. ഇരുവരും ദൈവസന്നിധിയിൽ നീതിയുള്ളവരും കർത്താവിൻ്റെ സകല കൽപ്പനകളിലും ന്യായങ്ങളിലും കുറ്റമില്ലാത്തവരായി നടക്കുന്നവരുമായിരുന്നു. സകല കൽപ്പനകളിലും ന്യായങ്ങളിലും കുറ്റമില്ലാതെ നടക്കുന്നവരും ആയിരുന്നു. ഇത്രയും യോഗ്യതയുള്ള, നന്മയുള്ള, ദൈവവചനമനുസരിച്ച് ജീവിക്കുന്ന, നീതിയുള്ള ഈ കുടുംബത്തെക്കുറിച്ച് അടുത്ത വാക്ക് പറയുകയാണ്. എലിശബത്ത് മച്ചിയാക കൊണ്ട് അവർക്ക് സന്തതി ഇല്ലാഞ്ഞു. ഇരുവരും വയസ്സ് ചെന്നവരും ആയിരുന്നു. ചെറുപ്പം മുതൽ ദൈവവേലയ്ക്ക് വേണ്ടി ചുമട് കൊടുക്കുന്ന, ദൈവാലയത്തിലെ ഉത്തരവാദിത്വങ്ങൾ ചെയ്യുന്ന ഈ സാധു കുടുംബം ദൈവം പറയുന്ന നീതിയുള്ള സകല കൽപ്പനകളും പ്രമാണവും അനുസരിക്കുന്ന ഇവർ, ഈ പാവപ്പെട്ട മച്ചിയാണ്. ഇവർ വയസ്സ് ചെന്നവരാണ്. ഇവർക്ക് ഒരു കുഞ്ഞില്ല. എന്താണ് നിങ്ങളും ഞാനും ഇതിലൂടെ എന്നോടും നിങ്ങളോടും കർത്താവിന് പറയാനുള്ളത്? കർത്താവിൻ്റെ മെസ്സേജ് എന്താണ്? ഇത്ര നീതിയോടെ ജീവിച്ചിട്ട്, സകല കൽപ്പനകളിലെ കുറ്റമില്ലാതെ ജീവിച്ചിട്ട്, എന്തുകൊണ്ട് എന്നെ ഇങ്ങനെ ഒരു മച്ചിയാക്കി സൃഷ്ടിച്ചു? എന്തുകൊണ്ട് എനിക്കൊരു തലമുറയില്ലാതെ ദേശത്ത് നിന്നാപാത്രമാക്കി തീർത്തു എന്ന് നിങ്ങളും ഞാനുമാണെങ്കിൽ ചോദിക്കുമോ? ദൈവവചനം പറയുന്നത് ദൈവത്തിൻ്റെ എബിലിറ്റിയെക്കുറിച്ച് മാത്രമല്ല. ദൈവത്തിന് എല്ലാം കഴിയും. ദൈവത്തിന് കഴിയാത്ത ഒരു കാര്യവുമില്ല. ലോകത്തെ ഒരു വാക്കുകൊണ്ട് നിർമ്മിച്ച ഈ ദൈവത്തെ സേവിക്കുന്ന എനിക്ക് വേണ്ടിയിട്ട് നമ്മൾ പറയുന്നത് എങ്ങനെയാ? ദൈവത്തിന് കഴിയാത്ത കാര്യം വല്ലതുമുണ്ടോ? പിന്നെന്താ ഇതിവിടെ കഴിഞ്ഞില്ല? ദൈവത്തിന് ചിന്തിക്കാൻ പറയുക, ദൈവത്തിനിവിടെ കഴിവില്ലേ? പക്ഷേ ദൈവം നമ്മെ പഠിപ്പിക്കുന്നത് ദൈവത്തിൻ്റെ എബിലിറ്റിയിൽ, അവൻ്റെ കഴിവിനകത്ത് മാത്രമല്ല നമ്മൾ ആശ്രയിക്കുന്നത്. ഹല്ലേലൂയ.
എന്താണ് ദൈവത്തിൻ്റെ പദ്ധതി? ദൈവത്തിൻ്റെ സോവറിറ്റി ആണ് ഒരു ദൈവ പൈതൽ ആഗ്രഹിക്കേണ്ടത്. എന്താണ് ദൈവത്തിൻ്റെ പരമാധികാരം? ദൈവമാണ് ചെയ്യണോ, ചെയ്യാൻ എനിക്ക് കഴിവുണ്ട്, ചെയ്യണോ ചെയ്യണ്ടേ എന്ന് തീരുമാനിക്കാനും കൂടെ അവന് കഴിവുണ്ട്. അതോ നമ്മൾ പറയുന്നതൊക്കെ ചെയ്തു തരണോ? ശദ്രക്ക്, മേശക്ക്, അബേദ്നെഗോ എന്ന 3 ബാലകർ ഈ ബിംബത്തെ നമസ്കരിച്ചില്ലെങ്കിൽ നിങ്ങളെ ഈ എരിയുന്ന തീക്കകത്തോട്ട് വലിച്ചെറിയുമെന്ന് പറഞ്ഞുകൊണ്ട് തീപ്പൊയ്ക കാണുക. അവർ പ്രതികൂലത്തെ നോക്കി ഭയപ്പെട്ടില്ല. അവർ പറഞ്ഞു, മഹാരാജാവേ, ഞങ്ങൾ സേവിക്കുന്ന ദൈവം ജീവനുള്ള ദൈവമാണ്. ഈ നിർത്തിയ ബിംബം വെറും ഒന്നിനും കഴിവില്ലാത്തതാണ്. ഞങ്ങളുടെ ദൈവം കഴിവുള്ളവനാണ്. തീയുടെ നടുവിൽ നിന്നും അവനെ ഞങ്ങളെ രക്ഷിപ്പാൻ കഴിയും. അവിടെ കൊണ്ട് അവരുടെ സമർപ്പണം തീർന്നോ? അവരെന്ത് പറഞ്ഞു? തീയിൽ നിന്നും ഞങ്ങളുടെ ദൈവത്തിനെ വിടുവിപ്പാൻ കഴിയുമെന്നുള്ളത് സത്യമാണ്. പക്ഷേ വിടുവിച്ചില്ലെങ്കിലും ഞങ്ങളൊരു വാക്കുപോലും അവൻ്റെ നാമത്തെ തള്ളി പറയത്തില്ല. ദൈവ പൈതൻ്റെ ഹൃദയത്തെ ദൈവം കാണുന്നെങ്ങനെ? അവനെ കഴിയും. അവൻ ചെയ്തില്ലെങ്കിൽ ഞാൻ അവനോട് മറുത്തു മത്സരിക്കത്തില്ല. ഇസ്രായേൽ മക്കളുടെ പാപം ദൈവത്തിനെല്ലാം കഴിയും. അവർ അവനെ പരീക്ഷിച്ചു, അവർ ദൈവത്തോട് മറുത്തു. ദൈവമക്കളെ, ഇത് നിങ്ങളുടെ ഹൃദയത്തിനകത്ത് കുറിച്ചു വെക്കണം. എന്താണ്? കാണത്തില്ലേ, കേൾക്കുന്നില്ലേ? അങ്ങനെ പറയുന്ന പലരെയും ഞാൻ കണ്ടിട്ട് അവരൊന്നും വിശ്വാസകൂടത്തിലില്ല കേട്ടോ. അവരൊന്നും വിശ്വാസകൂടത്തിലില്ല. ഞാൻ പറഞ്ഞ സഭയിൽ നിന്ന് മാറിപ്പോയവരുടെ കാര്യമല്ല പറയാം. സഭയിൽ നിന്ന് മാറിപ്പോയിട്ട് നന്നായിട്ട് ദൈവത്തെ സേവിക്കുന്നവരുണ്ട്. ചുരുക്കം പേര് സഭയിൽ നിന്ന് മാറിപ്പോയിട്ട് ദൈവത്തെ ഭയപ്പെട്ട് ജീവിക്കുന്നവരുണ്ട്. അത് ദൈവത്തിൻ്റെ പദ്ധതി. എന്നാൽ ദൈവത്തിൻ്റെ പരമാധികാരത്തെ ചോദ്യം ചെയ്യുന്ന ഒരു വ്യക്തിക്ക് ദൈവസന്നിധിയിൽ നിലനിൽപ്പാൻ കഴിയത്തില്ല. നിങ്ങൾക്ക് ദൈവത്തിന് താഴ്ച തരാനും ഉയർച്ച തരാനും അധികാരമുണ്ടല്ലേ? നിങ്ങൾക്ക് ദൈവത്തിന് സൗഖ്യമാക്കാൻ മാത്രമേ അധികാരമുള്ളൂ? രോഗം വരുത്താനും അധികാരമുണ്ടോ? ഉണ്ട്. നിങ്ങളുടെ ദൈവത്തിന് സമ്പത്ത് തരാൻ മാത്രമേ അധികാരമുള്ളൂ? ദാരിദ്ര്യത്തിന് അധികാരമില്ലേ? നിങ്ങൾ ഇത്രയും ഭക്തിയോടെ വിശുദ്ധിയോടെ ഉപവസിച്ച് പ്രാർത്ഥിച്ചിട്ടൊക്കെ എന്താണെന്ന് ചോദിക്കുമോ? കർത്താവേ, അവിടുന്ന് സോവറിൻ ഗോഡ്, അവിടുന്ന് സകലത്തിനും അധികാരമുള്ള ദൈവം. നീ കൽപ്പിക്കുന്നതേ നടക്കാവൂ, നിന്റെ ഇഷ്ടമേ എൻ്റെ ജീവിതത്തിൽ നടക്കാവൂ. ആരാധനയുടെ ആത്മാവിലെ ആരാധനയുടെ 1ാമത്തെ ഭാഗമാണ്. അങ്ങനെ സമർപ്പണമുള്ളവർ ഒരല്പം നേരം അന്യഭാഷ എനിക്ക് ദൈവത്തിന് കഴിയുന്നതല്ല, ദൈവം എന്നിൽ നിന്നും പ്രതീക്ഷിക്കുന്നത് മാത്രം, എന്നിൽ തരുന്നത് ഇഷ്ടപ്പെടുന്നത് മാത്രം തന്നാൽ മതി എന്നുള്ളത്. കരം ഉയർത്തി അന്യഭാഷ പറഞ്ഞ് സ്തോത്രം ചെയ്തേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഓ കർത്താവ്, നിനക്ക് കഴിയും. എന്നാൽ നിനക്ക് കഴിയുന്നത് മാത്രമല്ല, നിനക്ക് ഇഷ്ടമുള്ളത് ഞങ്ങൾക്ക് തന്നാൽ മതി. യേശുവിന്റെ നാമത്തിൽ താങ്ക് യു ഫാദർ. ഹല്ലേലൂയ. ഇവിടെ നിന്ന് താഴ്ത്തോട് നിങ്ങളുടെ ശ്രദ്ധയൊന്ന് കൊണ്ടുവരിക. ഇത്രയും ഭക്തനായ, ഇത്രയും ദിവസത്തിന് നീതിയുള്ള വചനം പൂർണ്ണമായിട്ട് അനുസരിക്കുന്ന ഇവർക്ക് ഒരു കുഞ്ഞില്ല. ഇവർ വയസ്സിയെന്നവരാണ്. 8ാം വാക്യം. അവൻ കൂറിൻ്റെ ക്രമപ്രകാരം ദൈവസന്നിധിയിൽ പുരോഹിതനായി ശുശ്രൂഷ ചെയ്തു വരുമ്പോൾ പൗരോഹിത്യ മര്യാദ പ്രകാരം കർത്താവിൻ്റെ മന്ദിരത്തിൽ ചെന്ന് ധൂപം കാട്ടുവാൻ അവന് നടക്കുവന്നു. ധൂപം കാട്ടുന്ന നാളിൽ ജനസമൂഹമൊക്കെ പുറത്ത് പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നു. അപ്പോൾ കർത്താവിൻ്റെ ദൂതൻ ധൂപപീഠത്തിൻ്റെ ഇടത്ത് ഭാഗത്ത് നിൽക്കുന്നതായിട്ട് അവൻ പ്രത്യക്ഷനായി. സെക്കര്യാവ് അവനെ കണ്ട് ഭ്രമിച്ചു ഭയവിശനായി. ദൂതൻ അവനോട് പറഞ്ഞു, സെക്കര്യാവെ, ഭയപ്പെടേണ്ട, നിന്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരമായി നിന്റെ ഭാര്യ എലിശബത്ത് നിനക്കൊരു മകനെ പ്രസവിക്കും, അവന് യോഹന്നാൻ എന്ന പേർ ഇടയണം. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. യോഹന്നാൻ എന്ന പേര് ഞാനിത് നിങ്ങൾക്ക് പറഞ്ഞപ്പോൾ തന്നെ ദൈവാത്മാവുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ തന്നെ അതിനെ ക്ലിക്ക് ചെയ്യും. നിങ്ങൾക്കതിനെ ഇപ്പോൾ തന്നെ നമ്മുടെ ഹൃദയ ആത്മാവിലേക്ക് ചലനങ്ങൾ സൃഷ്ടിക്കും. ഇവര് യൗവനകാലത്ത് ദൈവാലയത്തിലെ ശുശ്രൂഷയ്ക്ക് പോയിരിക്കുന്നതാണ്. ഏകദേശം വേദം എനിക്കിതിനെക്കുറിച്ച് ചരിത്രപരമായിട്ടൊക്കെ ഒന്ന് പറയാൻ സമയമില്ല. ഞാനുണ്ട് ചരിത്രമൊന്നും പറയുന്നതിന്. ഏകദേശം 18,000 പുരോഹിതന്മാരാണ് അവിടെ ശുശ്രൂഷ ചെയ്യുന്നത്. ഈ ശുശ്രൂഷ ചെയ്ത പുരോഹിതന്മാരിൽ ഒരാളാണ് സെക്കര്യാവ്.
സെക്കരിയാവ് ദൈവാലയത്തിലെ ശുശ്രൂഷ നിറപടിയായി വിശുദ്ധിയോടെ ആത്മാവിൽ നിറഞ്ഞ് ചെയ്തു വരുന്ന ഈ കാലഘട്ടത്തിൽ നറുക്കിട്ടപ്പോൾ ഇപ്പോൾ ദൈവാലയത്തിൻ്റെ അതിപരിശുദ്ധ സ്ഥലത്ത് കയറി ധൂപം കാട്ടുവാനുള്ള നറുക്ക് സെക്കരിയാവിന് വന്നു. ഹല്ലേലൂയ. ഈ ധൂപം കാട്ടുവാനുള്ള നറുക്ക് വന്നുള്ള അവസ്ഥ അറിയാമോ? ആ വീട് പിന്നെ കണ്ണുന്നില്ല. എന്തെങ്കിലും തെറ്റോ പാപമോ കുറ്റമോ അവർക്കുണ്ടെങ്കിൽ ദൈവാലയത്തിൻ്റെ അകത്ത് കയറിക്കഴിഞ്ഞാൽ അപ്പോൾ തന്നെ മരിച്ചു വീഴും. ഹല്ലേലൂയ. ഇത്ര വിശുദ്ധമായിരിക്കുന്ന ഒരു മിനിസ്ട്രിയിലേക്ക് ധൂപം കട്ടുവാനുള്ള ഒരു നറുക്ക് വീണപ്പോൾ ഇദ്ദേഹം ചെയ്തു വന്ന ശുശ്രൂഷ, ഈ വാർദ്ധക്യം വരെ ചെയ്തു വന്ന പരിചയമുള്ള ശുശ്രൂഷ, ചെയ്തു വന്ന തഴക്കവും പഴക്കവുമുള്ള ഈ മിനിസ്ട്രി അദ്ദേഹം നമുക്കെല്ലാവർക്കും അങ്ങനെ ഒരു അനുഭവമുണ്ട്. അങ്ങനെ നമ്മളിപ്പോൾ എത്ര നാളായി വിശ്വാസത്തിൽ വന്നിട്ട് എത്ര നാളായി? എന്താണ് സഭായോഗം എന്ന് പറഞ്ഞാൽ, ഇപ്പം ഞാനിങ്ങോട്ട് കർത്തൃമേശ കഴിഞ്ഞിട്ടൊന്ന് പ്രാർത്ഥിച്ചില്ലെങ്കിൽ ഉടനെ നിങ്ങളുടെ കൈ ഉയർത്തും, പക്ഷേ കർത്തൃമേശ എന്നത് പ്രാർത്ഥിച്ചില്ല. പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ പിന്നെ എന്താണ്, ഞാൻ വേറൊരു കാര്യമാണ് ചെയ്യുന്നതെങ്കിൽ ഉടനെ നിങ്ങൾ പറയും, പക്ഷേ അത് ചെയ്തില്ല. കാരണം നിങ്ങളുടെ പഴക്കത്തിൽ നിന്നും നിങ്ങളുടെ പരിചയത്തിൽ നിന്നും നിങ്ങളുടെ തഴക്കത്തിൽ നിന്നും നിങ്ങൾക്ക് പലതും അറിയാൻ പറ്റും. ഇതുപോലെ സെക്കരിയാവിന് ഒരായുസ് മുഴുവൻ വാർദ്ധക്യം വരെ ഈ ദൈവാലയത്തിൽ തന്നെ ജീവിച്ച് ശുശ്രൂഷ ചെയ്യുന്ന ഈ ദൈവത്തിൻ്റെ ദാസൻ ഇന്ന് പക്ഷേ നമ്മുടെ ദൈവം ഒരു പുതിയ ദൈവം. അവൻ ഇന്നലെ ആയിരുന്നതുപോലെ തന്നെ ഇന്നും പുതിയതാണ്. അവൻ നാളെയും അതുപോലെ തന്നെ പ്രവർത്തിക്കുന്ന ദൈവമാണ്. വിശ്വസിക്കുന്നുണ്ടോ അങ്ങനെ? പക്ഷെ നമുക്കെന്താണ്, എല്ലാ ആഴ്ചയിലും വന്ന് 2 പാട്ട് പാടും, പിന്നെ 2 പാട്ട് പാടി ആരാധിക്കും. പാസ് ഒരു ഏകാക്ക നാടകം പോലെയോ കുറച്ച് എന്തൊക്കെ ഒരു പ്രസംഗം പോലൊക്കെ ഒന്ന് കാണിച്ചു വെക്കും, ആശീർവാദം പറഞ്ഞ് പ്രാർത്ഥിച്ച് നമ്മളങ്ങ് പിരിയും. ഇതാണ് നമ്മൾക്കറിയും. പക്ഷേ ദൈവം പറയുക, ഞാൻ ഇന്ന് ജീവനുള്ള ദൈവമാണ്. ദൈവത്തിൻ്റെ പദ്ധതിയെ തിരിച്ചറിയാൻ കഴിയാതെ പാരമ്പര്യം, പഴക്കം, തഴക്കം നമ്മളെ തകർത്ത് കളയരുത്. ദൈവം ചില നാളുകളിൽ ആ ദൈവാലയത്തിനകത്ത് ദൂതനെയൊന്നും സെക്കരിയാവ് കണ്ടിട്ടില്ല. ഈ ദൈവാലയത്തിനകത്ത് താൻ ഒറ്റയ്ക്കേ ഉള്ളത്. ഒന്ന് ശ്രദ്ധിക്കണേ, ദൈവാലയത്തിനകത്ത് കൂടെ നിൽക്കാൻ പുരോഹിതന് സഹായിയായിട്ട് അകത്ത് കയറാൻ ആരുമില്ല. ദൈവത്തിൻ്റെ തിരശ്ശീലയ്ക്കകത്താണ് ഈ ശുശ്രൂഷ നടക്കുന്നത്. അതിപരിശുദ്ധ സ്ഥലത്താണ് ശുശ്രൂഷ നടക്കുന്നത്. അതിൻ്റെ അപ്പുറത്ത് തിരശ്ശീലയുണ്ട്. പുറത്തു നിൽക്കുന്നവർക്കൊന്നും കാണാൻ കഴിയത്തില്ല. അവിടെ ഇതുവരെ ഉണ്ടാകാത്ത, ഇത്രയും കാലത്തിനോടകത്തുണ്ടാകാത്ത ഒരു സംഭവം. ആത്മാവിലാണോ നിങ്ങൾ ദൈവത്തെ സേവിക്കുന്നത്? ദൈവത്തെ ആത്മാവുമായിട്ട് ബന്ധപ്പെട്ട കണക്ഷനിലാണ് നിങ്ങളായിരിക്കുന്നത്. ഇന്ന് നിങ്ങൾ ചിലത് കാണും. ഇന്ന് ഇത് പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നത് ജീവനുള്ള വചനമാണ്. എൻ്റെ അനുഭവത്തിൽ നിന്നുമാണ് ഞാനിത് പറയുന്നത്. ഈ പുസ്തകം ജീവനുള്ളതാണ്. ഇതിനകത്ത് പറയുകയാണ്, ഇന്ന് അവനൊരു പ്രതീക്ഷയുമില്ല. പക്ഷേ ഇവൻ ധൂപം കാട്ടി ഒന്ന് നോക്കിയപ്പോൾ ധൂപപീഠത്തിൻ്റെ വലത്ത് ഭാഗത്ത് ഗബ്രിയേൽ ദൂതൻ വന്നങ്ങ് നിൽക്കുന്നു. നിങ്ങൾക്ക് കാണാൻ പറ്റുമോ അങ്ങനെ? ഈ ദൈവസാന്നിധ്യത്തെ ഒന്ന് കാണാൻ നിങ്ങൾക്ക് ആഗ്രഹമുണ്ടോ? എല്ലാ ആഴ്ചയിലും പാട്ടും പാടി പ്രാർത്ഥി പോകുന്നതല്ലേ? അതാണോ നിങ്ങളുടെ അനുഭവം? അല്ല, ദൈവം ഇന്നിൻ്റെ ദൈവമാണ്, ഇന്നിറങ്ങി വരുന്നവനാണ്. ഗബ്രിയേൽ ദൂതൻ വന്നിട്ട് ഈ ധൂപപീഠത്തിൻ്റെ വലത്തുഭാഗത്ത് നിൽക്കുന്നു. കണ്ടുടനെ സെക്കരിയാവ് ഭയപ്പെട്ടു. നിങ്ങളാണെങ്കിലോ? പരിചയമില്ലാത്ത കാര്യം, കണ്ടിട്ടില്ലാത്ത കാര്യം, തഴക്കത്തിലും പഴക്കത്തിലുമല്ലാത്ത മറ്റൊരു കാര്യം, അങ്ങനെ പ്രതീക്ഷിക്കുന്നവനാണ് ആത്മാവിൽ ജീവിക്കുന്നവൻ. ആത്മാവിൽ ജീവിക്കുന്നവൻ ഇന്ന് എൻ്റെ അടുക്കൽ ദൈവം നേരിട്ടിറങ്ങി വരുമെന്ന് ചിന്തിക്കുകയും അതിനെ കാത്തിരിക്കുകയും ചെയ്യുന്നവനാണ്. ഇന്നലെ വന്നില്ലെന്നുള്ളതല്ല, ഈ 25 വർഷം ഞാൻ അവനെ കണ്ടില്ലെന്നുള്ളതല്ല. ഇന്ന് ദൈവത്തിൻ്റെ ഒരു പുതിയ പ്രവൃത്തി നമ്മളിലൂടെ ചെയ്യാനുണ്ട്. ദൈവമക്കളെ, നമ്മൾ വിശ്വാസത്തിലേക്ക്, ആത്മാവിലേക്ക് ഒന്ന് ഉൾക്കൊള്ളുവാനായിട്ട് ഇടയായിത്തീരണം. ഇന്ന് ഈ വാർത്ത കണ്ടപ്പോൾ, ഈ കാഴ്ച കണ്ടപ്പോൾ ഇവൻ ഭയപ്പെട്ടു പോയി. എന്താണ്? സെക്കരിയാവ് പഴക്കം കൊണ്ട് ഇതിനകത്ത് എന്ത് നടക്കുമെന്നറിയാം.
ധൂപപീഠത്തിൽ ധൂപം വീശി ശുശ്രൂഷയും കഴിഞ്ഞിട്ട് ആ സാന്നിധ്യത്തിൻ്റെ മറവിൽ നിന്നും തിരശീല തുറന്ന് പുറത്തേക്ക് ഇറങ്ങി വരാൻ വേണ്ടി കാത്തിരിക്കുമ്പോഴാണ് ദൂതൻ വന്ന് നിൽക്കുന്നത്. സക്കറിയാവേ, ഒരു വാർത്ത നിന്നോട് പറയാനുണ്ട്. ഇന്ന് ഇതാണ് പുതിയ നിയമ ആരാധന എന്ന് മനസ്സിലാക്കണം. നമ്മൾ യേശു ക്രിസ്തുവിൻ്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ടവരാണോ? പരിശുദ്ധാത്മാവെന്ന ദാനം ലഭിച്ചവരാണോ? നിങ്ങൾക്ക് ഇന്നൊരു പുതിയ പ്രതീക്ഷയാണ് വേണ്ടത്. ഇന്ന് ഞാൻ പറയുന്നത് ഒരിക്കലും മെറ്റീരിയൽ ബ്ലെസ്സിങ്സിനെ കുറിച്ചല്ല ഞാനീ പറയുന്നത്. ഇതിനകത്ത് മെറ്റീരിയൽ ബ്ലെസ്സിങ്സും കൂടെ ഉണ്ട് എന്ന് മാത്രമേ ഉള്ളൂ. അത് നിങ്ങൾ എടുക്കരുത്. നിങ്ങൾക്ക് ഭൗതികമായ നന്മകളുടെ കാര്യം ഈ വചനത്തിൽ പറയുന്നുണ്ട്. ഇതല്ല നിങ്ങൾ എടുക്കേണ്ടത്. ഇവിടെ ഇവർക്ക് കൊടുത്തത് ആത്മീയമാണ്. ആത്മീയത എന്താണെന്ന് തിരിച്ചറിയണം. നിങ്ങളുടെ ബുദ്ധിയെ ഒന്ന് തുറക്കണം. ഹല്ലേലൂയ. ഒന്ന് ദൈവ സാന്നിധ്യത്തിന് വേണ്ടി കാത്തിരിക്കുവാനായിട്ട് ഇടയായിത്തീരണം. ഇപ്പോൾ ഈ ദൂതൻ വന്നിവിടെ നിന്നു. ദൂതനും സെഖര്യാവും തമ്മിലുള്ള ഒരു സംഭാഷണം നടക്കുക. ഈ സംഭാഷണം നടക്കുമ്പം സമയം അങ്ങ് കടന്നുപോയി. പുറത്ത് നിൽക്കുന്നവർക്കൊക്കെ ഒരു സമയമുണ്ട്. ഇത്ര മിനിറ്റ് കഴിയുമ്പോൾ ശുശ്രൂഷ തീരും. ഇത്ര മിനിറ്റ് കഴിയുമ്പോൾ ശുശ്രൂഷകൻ സെഖര്യാവ് പുറത്തേക്ക് വരും. ഇവർ നോക്കിക്കൊണ്ട് നിൽക്കുക. സെഖര്യാവിനെ കാണുന്നില്ല. ഇവരെ കാത്തു നിൽക്കുക. തിരശീല തുറക്കുന്നില്ല. ഇവരെ കാത്തു നിൽക്കുക ഒരു അനുഗ്രഹം കിട്ടിയിട്ട് പോകാനായിട്ട്. പക്ഷെ സെഖര്യാവ് വരുത്തില്ല. സമയത്തെ നോക്കുന്നതാണോ? ദൈവം നേരിട്ടിറങ്ങി വരുമ്പോൾ സമയം, വാച്ച്, ക്ലോക്ക് ഇത് നോക്കിക്കൊണ്ട് നിന്നാൽ തെറ്റിപ്പോവും. ഹല്ലേലൂയ. അല്പം ഇവിടെ നിന്ന് എന്താണ് ഇവർ തമ്മിലുള്ള സംഭാഷണം എന്ന് പറയാമോ? എന്താണ് സംഭാഷണം? സെഖര്യാവേ, ഭയപ്പെടണ്ട. ഭയപ്പെടാനല്ല നിന്റെ അടുക്കലേക്ക് ഞാൻ വന്നത്. ഞാൻ ഭയപ്പെടുത്തുന്ന ദൈവമല്ല, ഞാൻ ഭയം മാറ്റുന്ന ദൈവമാണ്. ആരാണ് ഭയത്തോടെ വന്നത്? ആരാണ് ആകുലതപ്പെട്ടിരിക്കുന്നത്? ആരാണ് വേദനിച്ചിരിക്കുന്നത്? നാളെയെക്കുറിച്ച് ഉത്കണ്ഠപ്പെട്ടിരിക്കുന്നത് ആരാണ്? ഭാവിയെക്കുറിച്ച് ഭാരപ്പെടുന്നത് ആരാണ്? നാളെ എനിക്ക് ആരുണ്ട്? ഞാൻ എങ്ങനെയായിത്തീരും? എൻ്റെ കുഞ്ഞുങ്ങളുടെ ഭാവി എന്തായിത്തീരും എന്ന് ഭയപ്പെടുന്ന എന്തെങ്കിലും കാര്യമുണ്ടെങ്കിൽ എന്തുമായിക്കോട്ടെ, ഇന്ന് കർത്താവിന് പറയാനോ, സെഖര്യാവേ ഭയപ്പെടണ്ട. വന്നിരിക്കുന്നത് ഞാൻ അജീവനുള്ള ദൈവമാണ്. ദൈവത്തിൻ്റെ ദൂതനാണ് വന്നിരിക്കുന്നത്. ദൈവത്തിൻ്റെ സന്ദേശവുമായിട്ടാണ് വന്നിരിക്കുന്നത്. ഹല്ലേലൂയ. എന്താണ് സന്ദേശം? നിന്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം ആയി. എന്തോ പ്രാർത്ഥന? പണ്ടെങ്ങാണ്ട് പ്രാർത്ഥിച്ചതാ. യൗവനത്തിൽ കല്യാണം കഴിഞ്ഞ നാളുകളിലൊന്ന് പ്രാർത്ഥിച്ചു. 1 വർഷം പ്രാർത്ഥിച്ചു, 2 വർഷം പ്രാർത്ഥിച്ചു, ചികിത്സ പലത് ചെയ്തു, 3 വർഷം പ്രാർത്ഥിച്ചു, 5 വർഷം പ്രാർത്ഥിച്ചു. ഇപ്പൊ എന്ത് ചെയ്തു? ഇപ്പൊ കൊച്ചിൻ്റെ മുഖത്തേക്ക് നോക്കിയിരിക്കുക. കൊച്ചിൻ്റെ മുഖത്തേക്ക് നോക്കാം. അതൊക്കെ കഴിഞ്ഞ സമയമുണ്ടല്ലോ, അതൊക്കത്തില്ല. അത് കഴിഞ്ഞ് നോക്കത്തില്ല. ഇപ്പം തന്നെ നോക്കിയെങ്കിലും നമുക്ക് പറ്റത്തുള്ളൂ. ഇതാണ് കാരണം. 5 വർഷം കഴിഞ്ഞില്ലേ, 10 വർഷം കഴിഞ്ഞില്ലേ, ഇനി എന്ത്? തീർന്ന് പാസ്. എൻ്റെ ഈ പ്രശ്നങ്ങൾക്ക് പരിഹാരമൊന്നുമില്ല. എൻ്റെ കുടുംബത്തിൽ നിന്ന് ഉദ്ധാരം. പിന്നെ എന്തെങ്കിലും ഒരു നീക്കുപോക്കൊക്കെ കിട്ടി, കർത്താവിന് കൃപ തോന്നി ഒന്ന് നടത്തി പോയോ, എന്ത് കൃപയാണെന്ന് അറിഞ്ഞുകൂടെ? ഹല്ലേലൂയ. നിന്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരമായി നിന്റെ ഭാര്യ എലിശബത്ത് ഒരു മകനെ പ്രസവിക്കും. അവൻ്റെ പേര് നീടണ്ട, ഞാൻ പറയാം. അവനൊരു മകനായിരിക്കും. മകളോ മകനോ എന്നല്ല, അവനൊരു മകനായിരിക്കും. അവന് യോഹന്നാൻ എന്ന് നീ പേരിടണം. ഹല്ലേലൂയ. ഞാൻ പറയുന്ന പേര് നീടണം. നിനക്കൊരു മകനുണ്ടാകും, അവന് യോഹന്നാൻ എന്ന് നീ പേരിടണം. ഈ വാർത്ത കേട്ടപ്പോൾ സെഖര്യാവ്, നിങ്ങൾക്കാണ് ഈ വാർത്ത, നിങ്ങളുടെ ഇപ്പോഴത്തെ പ്രശ്നത്തിന് മുമ്പിൽ ദൈവം വന്ന് പറയുകയാണ്, ഇന്ന പോലെ നിന്റെ പ്രശ്നത്തിന് ഇന്ന പോലെ പരിഹാരം വരാൻ പോകുന്നു. ഇത്ര വർഷമായില്ലേ? കാരണം എഴുതി തള്ളിപ്പോയി. മാർത്ത വന്ന് പറഞ്ഞ പോലെ, കർത്താവ് ഇതെന്ത് നാറ്റം വെച്ചല്ലോ, ഇനി വല്ലതും നടക്കുമോ? കർത്താവിന് 3 ദിവസത്തിന് നീ വന്നിരുന്നെങ്കിൽ എങ്ങനെയെങ്കിലും സാധിക്കുമായിരുന്നു. പക്ഷേ ഇവിടുത്തെ നിയമപ്രകാരം 4-ാമത്തെ ദിവസം അസ്ഥി ഞരമ്പുകളെല്ലാം ദ്രവിച്ചു പോയി, അഴുകിപ്പോയി. ഇനി ജീവൻ തിരിച്ചു വരുന്നത് നടക്കത്തില്ല. നാറ്റം വെച്ചു പോയല്ലോ, എഴുതി തള്ളിപ്പോയല്ലോ, സ്വപ്നങ്ങൾ പൊടിഞ്ഞു പോയല്ലോ, പ്രതീക്ഷകൾ നഷ്ടപ്പെട്ടു പോയല്ലോ, ആശകളൊക്കെ ഇല്ലാതായി പോയല്ലോ. കർത്താവ് പറയാ, നിന്റെ സ്വപ്നത്തെ
തിരിച്ചു തരാൻ കഴിയുന്നവനാണ് ഞാൻ. നീ സ്വപ്നം കണ്ടതല്ല, എനിക്കൊരു സ്വപ്നമുണ്ട്. ഇവൻ ഉയർത്തെഴുന്നേൽക്കണമെന്നുള്ളതാണ് എൻ്റെ സ്വപ്നം. ഹല്ലേലൂയ. അതുകൊണ്ട് നീ വിശ്വസിച്ചാൽ മാത്രം മതി. നിന്റെ സ്വപ്നമല്ല, എൻ്റെ സ്വപ്നം ഇവൻ ഉയർത്തെഴുന്നേറ്റ് ഭൂമിയിൽ ജീവിക്കണമെന്നുള്ളതാണ് എന്ന് യോഹന്നാൻ 11 നമ്മൾ വായിക്കുന്നുണ്ട്. ഇവിടെ ഹല്ലേലൂയ എലിശബത്തിനോട്, സക്കറിയാവിനോട് പറയുക, നിന്റെ പ്രതീക്ഷ നഷ്ടപ്പെട്ടത് കൊണ്ടല്ലേ ഇത്. ഇപ്പോഴേ അവനുള്ളിൽ ഭയമുണ്ടായതെന്താ? ദൈവത്തിൻ്റെ സാന്നിധ്യം വന്ന് നിൽക്കുമ്പോൾ ഇവിടെ വല്ല ദൈവസാന്നിധ്യം ഉണ്ടാകുമോ? പാപം നിറഞ്ഞ ലോകം, ഇവിടെ എങ്ങനെ ദൈവസാന്നിധ്യം ഉണ്ടാകും? രണ്ടാമത്തത് ഉത്തരം, നിന്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരമായി നിന്റെ ഭാര്യ വേറെ ഒരു പെണ്ണ് പ്രസവിക്കുന്നതല്ല, നിന്റെ ഭാര്യ എലീശബത്ത് ഗർഭിണിയായി ഒരു മകനെ പ്രസവിക്കും. അവന് യോഹന്നാനെന്ന് പേരിടണം. പിന്നെ അവനെക്കുറിച്ചുള്ള പുകഴ്ചകളാണ്. തികച്ചും നിങ്ങളൊക്കെ ആണെങ്കിൽ ഇറങ്ങി ഓടിയാണെന്നാണ് ഞാൻ ചിന്തിക്കുന്നത്. അദ്ദേഹം ചോദിച്ചു, ഇതെങ്ങനെ? എൻ്റെ ഭാര്യയെ ഞങ്ങൾ വയസ്സരല്ലേ, ഇനി ഞങ്ങൾക്ക് ഇതിങ്ങനെ സാധിക്കുമ്പോൾ ഒരു കുഞ്ഞുണ്ടാകുമോ? ഇതിൻ്റെ പേര് അവിശ്വാസമെന്നാണോ? ദൂതൻ പറഞ്ഞു, ഞാൻ ദൈവത്തിൻ്റെ നിന്ന് വന്ന സന്ദേശവാഹകനായ ഗബ്രിയേലാണ്. ദൈവം പറഞ്ഞ സന്ദേശം അതുപോലെ വിശ്വസിക്കാഞ്ഞ നിനക്ക് ഒരു ശിക്ഷ. ദൈവം പറയുന്ന കാര്യം കേൾക്കാത്തതിന് ശിക്ഷയുണ്ട്. അറിയാവോ? വില കൊടുക്കണം. ദൈവം പറഞ്ഞത് അതുപോലെ വിശ്വസിക്കാത്തവർ എന്താണ് ശിക്ഷ? കുഞ്ഞിനെ പ്രസവിക്കുന്നത് വരെ നീ ഊമനായിരിക്കും. നീ ഊമനായിരിക്കും. ഒന്നും മിണ്ടാൻ നിനക്ക് പറ്റത്തില്ല. ഒരു ശിക്ഷയാണ്. ഹല്ലേലൂയ. അവനൊന്നും മിണ്ടാൻ പറ്റാത്തവനായിട്ട് അവിടെ നിന്നു. ദൂതൻ പറഞ്ഞതെല്ലാം കേട്ടു. അവൻ വലിയവനായിത്തീരും, അവൻ അനേകരുടെ ഹൃദയങ്ങളെ ദൈവത്തിങ്കലേക്ക് നയിക്കുമെന്നുള്ള ആ സന്ദേശം മുഴുവൻ കേട്ട് ഭയന്ന് ദൈവ സാന്നിധ്യത്തിൻ്റെ സന്തോഷ പരിപൂർണത അനുഭവിച്ച് ദൈവദാസൻ തിരശീല മാറ്റി പുറത്തേക്ക് വരുമ്പോൾ ജനമെല്ലാം എന്തുപറ്റി അവർക്കൊന്നും അറിയത്തില്ല. സമൂഹത്തിനടുത്തല്ല, നീ രാത്രിയുടെ യാമങ്ങളിൽ ആത്മാവിൽ നിറഞ്ഞ് ദൈവ സാന്നിധ്യത്തിന് വേണ്ടി കുതിക്കുമ്പോൾ ജനത്തിനത് മനസ്സിലാകണമെന്നില്ല. നീ സഭയ്ക്കകത്ത് വന്ന് കണ്ണുനീരെടുക്കുമ്പോൾ അത് മറ്റുള്ളവർക്ക് അത് മനസ്സിലാകണമെന്നില്ല. നീ തുള്ളിച്ചാടുമ്പോൾ അത് മനസ്സിലാകണമെന്നില്ല. നീ അന്യഭാഷ പറയുമ്പോൾ അവർക്കത് ദഹിക്കണമെന്നില്ല. പക്ഷെ നീ പറഞ്ഞോണം, അത് നീയും നിന്റെ പിതാവുമായിട്ടുള്ള ബന്ധമാണ്. ഇത് കരമൊന്നും ഉയർത്താൻ പറ്റത്തില്ലേ? ദൈവത്തിന് സ്തോത്രം. കാരണം നമ്മളങ്ങനെ പരിചയിച്ചു വന്നല്ലേ. പാസ്റ്റർ പറയും, ഞങ്ങളൊന്നുമില്ലാത്തതായിട്ട് ഈ സക്കറിയാവിനും അങ്ങനെ കിട്ടി, പക്ഷെ ഞങ്ങൾക്കൊന്നും കിട്ടാതെ പോകുന്നില്ല പാസ്റ്ററെ. ഹല്ലേലൂയ. കാരണം ദൈവത്തിൻ്റെ അരുളപ്പാടുകളെ അതുപോലെ വിശ്വസിക്കാത്തത് കൊണ്ട് നിങ്ങളുടെ മനസ്സ് കട്ടിയായിപ്പോയി, നിങ്ങളുടെ ഹൃദയം കഠിനപ്പെട്ടു പോയി. ഇവിടെയാണ് ദൈവത്തിൻ്റെ വചനത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത്. ഒന്ന് ചിന്തിച്ചു നോക്കിയേ. ഈ വാർദ്ധക്യത്തിൽ ദൈവത്തിൻ്റെ സ്വപ്നമേ നടക്കൂ. സക്കറിയാവ് പ്രാർത്ഥിച്ച് മടുപ്പ് വന്നു. ഒരു പരിധിക്കപ്പുറത്ത് മടുപ്പ് വന്നപ്പോൾ പിന്നെ ചോദ്യങ്ങളായി, പിന്നെ നിരാശയുടെ വാക്കുകളായി. യോസെഫിൻ്റെ ജീവിതത്തിൽ ദൈവം യോസെഫിനോട് പറഞ്ഞു, നീ നിൻ്റെ 12 സഹോദരന്മാർക്കും നിൻ്റെ അപ്പനും അമ്മയ്ക്കും അധിപതിയാവും. നക്ഷത്രങ്ങളും സൂര്യനും ചന്ദ്രനും കൂടെ നിന്നെ വന്ന് നമസ്കരിക്കും. അവസാനം കിട്ടിയതെന്താ? നമസ്കരിച്ചത് എങ്ങനെ? ഒട്ടക്കുഴിയിലേക്ക് എടുത്തിട്ടു. ദൈവത്തിൻ്റെ സ്വപ്നമുള്ളവനെ ഒട്ടക്കുഴി കിട്ടും, നിന്ദിക്കപ്പെടും. ദൈവത്തിൻ്റെ ദർശനമുള്ളവന് താഴ്ച വരും. അവനെ അടിമയാക്കി വിറ്റു. അവിടുന്ന് അവൻ നീതി നിമിത്തം കാരാഗൃഹത്തിലടയ്ക്കപ്പെട്ടു. നിനക്ക് ദൈവം നിന്നെക്കുറിച്ച് സ്വപ്നമുണ്ടെങ്കിൽ, ദൈവം നിന്നെക്കുറിച്ച് സ്വപ്നം കണ്ടിട്ടുണ്ടെങ്കിൽ ഇതെല്ലാം ഉണ്ട്. ഹല്ലേലൂയ. എന്നാൽ പറഞ്ഞതുപോലെ സമയമായപ്പോൾ സ്വർഗത്തിലെ ദൈവം യോസെഫിനെ മിസ്രയീമിന്റെ അധികാരിയാക്കി മാറ്റി. ഇപ്പൊ ഞാൻ പറഞ്ഞ നീതിമാന്റെ കഷ്ടതകൾ കുറവാണോ കൂടുതലാണോ? പക്ഷെ നമുക്ക് വേണ്ടല്ലോ അല്ലേ? നീതിമാൻ ഒരു കഷ്ടത 2 കഷ്ടതയാണോ? അതെ. നീതിമാൻ അനേക കഷ്ടങ്ങളുണ്ടെന്നാണ്. അവ എല്ലാറ്റിനും പിടി. എന്തിനാണ്? അവനെ കർത്താവ് പണിതുകൊണ്ടിരിക്കുകയാണ്. അവനെ കർത്താവിൻ്റെ പദ്ധതിയിലേക്ക് ഒരുക്കിക്കൊണ്ടിരിക്കുക. അവസാനം നിങ്ങൾ വായിച്ചു നോക്കി, ഉൽപ്പത്തി പുസ്തകം 50-ാം അധ്യായത്തിൻ്റെ 20-ാം വാക്യത്തിൽ നിങ്ങളത് വായിച്ചു നോക്കണേ. സഹോദരന്മാരെല്ലാവരും കൂടെ വന്ന് ഭയന്ന് വിറച്ച് നിൽക്കുക. ഇപ്പൊ പറഞ്ഞത് ഒന്ന് വായിക്കാമോ?
യെശയ്യാവ് ഉൽപ്പത്തി 50:20. യോസെഫിൻ്റെ വാക്കാണ് കേട്ടത്. നിങ്ങൾ സഹോദരനോട് പറയാം, എൻ്റെ നേരെ ദോഷം വിചാരിച്ചു, ഞങ്ങളെല്ലാം നിങ്ങളുടെ നേരെ ദോഷം വിചാരിച്ചു. പക്ഷേ ദൈവമോ ഇന്നുള്ളതുപോലെ ബഹുജനത്തിന് ജീവരക്ഷ വരുത്തേണ്ടതിന് അതിനെ ഗുണമാക്കി തീർത്തു. ഈ ദോഷങ്ങൾ നിങ്ങൾക്കെതിരെ ആരെങ്കിലും ദോഷം നിരൂപിക്കുകയോ നിങ്ങൾക്കെതിരെ ആരെങ്കിലും കഷ്ടതയോ ക്ലേശമോ വരുത്തുകയോ ചെയ്താൽ പരിഭവിക്കേണ്ട. അത് ദൈവം നിനക്ക് ഗുണമാക്കി തീർക്കും. അവർക്ക് തന്നെ ഗുണമാക്കി തീർക്കും. നമ്മളെ എതിർക്കുന്നവർക്ക് തന്നെ നാളെ അത് ഗുണമായി തീരും. അവരെതിർക്കട്ടെ, അവർ തകർക്കട്ടെ, അത് നാളെ അതിനുവേണ്ടി ഇവനെ പ്രിപ്പയർ ചെയ്യണ്ടേ, ഇതിനു വേണ്ടി അവനെ ഒരുക്കിയെടുക്കേണ്ടതിന് വേണ്ടിയിട്ടാണ്. എത്ര വർഷമാണ് ജയിലിൽ കിടന്നത്? 12-ലധികം വർഷമാണ് ജയിലിൽ കിടന്നത്. ഈ കഷ്ടത അനുഭവിച്ച യൗവനക്കാരനായ യോസെഫ് കേവലം 16-17 വയസ്സുള്ളപ്പോഴാണ് ഈ പീഡയിലേക്ക് പറമ്പോലനെ കുറിച്ച് പറയുന്നറിയാമോ? ദൈവാത്മാവുള്ള ഇവനെപ്പോലെ വേറൊരു മനുഷ്യൻ ഉണ്ടാകുമെന്നാണ് ചോദിക്കുന്നത്. ദൈവാത്മാവുള്ളവൻ്റെ ലക്ഷണം ഇതാണ്. ദൈവാത്മാവിന് സഹനമുണ്ടാകും. ദൈവാത്മാവുള്ള മക്കൾക്ക് സഹിഷ്ണുതയുണ്ടാകും, ദീർഘക്ഷമയുണ്ടാകും. ഉടനെ തന്നെ കേട്ടതിനെല്ലാം പ്രതികരിക്കാനും അവർക്ക് അവനറിയാം ഇത് നാളെ ഗുണമായിട്ട് തീരും. അപ്പം നീതിമാന്മാർക്ക് കഷ്ടതയുണ്ട്. 2, നീതിമാന്മാരുടെ കഷ്ടതയ്ക്ക് ദൈവത്തിനൊരു പദ്ധതിയുണ്ട്. ആ പദ്ധതി കറക്റ്റ് സമയമായപ്പോൾ ദൂതൻ വന്ന് പറഞ്ഞു. പക്ഷെ ഇപ്പം അച്ചായനെ വിശ്വസിക്കാൻ മനസ്സില്ല. എങ്ങനെ വിശ്വസിക്കും? നിങ്ങളെങ്ങനെ വിശ്വസിക്കുമോ? ഇനിയോ ഇതെങ്ങനെ? ഈ അടഞ്ഞ വാതിൽ, നിനക്ക് ഒരു വാതിൽ അടഞ്ഞാൽ 1000 വാതിൽ തുറക്കാൻ കഴിയുന്നവനാണ് ഈ ദൈവം. യേശു എന്ന നാമം ഒരു വാതിൽ നിനക്കടഞ്ഞാൽ 10 വാതിൽ തുറക്കുമെന്നല്ല, 100 വാതിൽ തുറക്കുമെന്നല്ല, 1000 നിനക്കെണ്ണാൻ പറ്റാത്തവണ്ണം, നിനക്ക് മതിയെന്ന് തോന്നത്തക്കവണ്ണം വാതിലുകളെ തുറക്കുന്ന ഒരു ദൈവത്തെയാണ് നമ്മൾ സേവിക്കുന്നത്. ഹല്ലേലൂയ. ഇവിടെ ദൈവിക പദ്ധതിയെ തകർക്കാൻ ഒരു പിശാചിന് സാധിക്കത്തില്ല. നിനക്ക് നിന്റെ അവിശ്വാസം കൊണ്ട് ചില നഷ്ടങ്ങൾ വരുത്തുള്ളൂ. അവിശ്വാസം എന്ന ദുഷ്ടഹൃദയം അത് ഭയങ്കരമായിരിക്കുന്ന പാവം. പക്ഷേ സെഖര്യാവ് അങ്ങനെ അവിശ്വാസിയായ മനുഷ്യനല്ല. ഈ കാര്യം അദ്ദേഹത്തിന് ഒരു ചെറിയ സംശയം തോന്നി. അതുകൊണ്ട് ദൂതൻ പറഞ്ഞു, ഇത് സംഭവിക്കുന്നത് വരെ, കുഞ്ഞ് ജനിക്കുന്നത് വരെ നീ ഊമനായിരിക്കും എന്ന് പറയുവാനായിട്ട് ഇടയായി തീർന്നു. നമുക്ക് എൻ്റെ താഴത്തോട്ടൊന്ന് വായിക്കാം. അവിശ്വസിക്കരുതെന്ന് മാത്രം പറഞ്ഞിട്ട് ഞാൻ ദൈവം പ്രവർത്തിക്കാൻ പോകുന്നു. ഹലോ, ദൈവം പ്രവർത്തിക്കാൻ പോകുന്നു വിശ്വസിക്കുന്നത് കരം ഉയർത്തുക. എഴുതിത്തള്ളിയിരിക്കുന്നത് ആമേൻ. ഇനി പ്രതീക്ഷ നഷ്ടപ്പെട്ടത് ഇനി എങ്ങനെ സംഭവിക്കും എന്ന് പറഞ്ഞിരിക്കുന്ന വിഷയങ്ങളുടെ മേൽ ദൈവം പ്രവർത്തിക്കാൻ പോകുന്നു എന്ന് ഇന്ന് കർത്താവ് പറയുന്നു. എന്തിനാണെന്നും കൂടെ പറയാം കേട്ടോ, എന്തിനാണെന്നും കൂടെ പറയാം. ഹല്ലേലൂയ. അപ്പോൾ ഇങ്ങനെ പറഞ്ഞിട്ട് നമ്മൾ ലൂക്കോസിന്റെ സുവിശേഷം 1-ാം അധ്യായം വന്നിട്ട് ലൂക്കോസ് 1-ാം അധ്യായം നമ്മൾ വായിച്ച ഭാഗം, അവനെക്കുറിച്ച് പറഞ്ഞ വാക്യങ്ങളെല്ലാം അപ്പന്മാരുടെ ഹൃദയങ്ങളെ, അതിൻ്റെ 17-ാമത്തെ 18-ാമത്തെ വാക്യം സെഖര്യാവ് എല്ലാം പറഞ്ഞു. 17-18 സെഖര്യാവ് ദൂതനോട്, ഇത് ഞാൻ എന്തോന്നിനാൽ അറിയും? ഞാൻ വൃദ്ധനും എൻ്റെ ഭാര്യ വയസ്സ് ചെന്നവളുമല്ലോ എന്ന് പറഞ്ഞു. ദൂതൻ അവനോട്, ഞാൻ ദൈവസ്ഥലത്ത് നിൽക്കുന്നത് ഗബ്രിയേലാകുന്നു, നിന്നോട് സംസാരിപ്പാനും ഈ സദ്വർത്തമാനം നിന്നോട് അറിയിപ്പാനും എന്നെ അയച്ചിരിക്കുന്നു. തക്ക സമയത്ത് നിവർത്തി വരുവാനുള്ള എൻ്റെ ഈ വാക്ക് വിശ്വസിക്കായിക കൊണ്ട് അത് സംഭവിക്കും വരെ സംസാരിപ്പാൻ കഴിയാതെ മൗനമായിരിക്കും എന്ന് ഉത്തരം. ജനം സെഖര്യാവിനെ കാത്തിരുന്നു. അവൻ മന്ദിരത്തിൽ താമസിച്ചതിനാൽ ആശ്ചര്യപ്പെട്ടു. അവൻ പുറത്തു വന്നാറെ അവരോട് സംസാരിപ്പാൻ കഴിഞ്ഞില്ല. അതിനാൽ അവൻ മന്ദിരത്തിൽ ഒരു ദർശനം കണ്ടു എന്ന് അവർ അറിഞ്ഞു. അവൻ അവർക്ക് ആംഗ്യം കാട്ടി ഊമനായി പാർത്തു. അവൻ്റെ ശുശ്രൂഷാകാലം തികഞ്ഞ ശേഷം അവൻ വീട്ടിലേക്ക് പോയി. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. കാര്യങ്ങൾക്ക് മറുപടിയൊന്നും ഉണ്ടായില്ല. ദൈവം പറഞ്ഞു, നിങ്ങളെ എന്നെയും കർത്താവിന് ആഗ്രഹിക്കുന്നതെന്നാണ്. നിങ്ങൾ ദൈവത്തെയാണോ കാണുന്നത്,
നിങ്ങളുടെ മുൻപിലുള്ള പ്രശ്നത്തെയാണോ നിങ്ങൾ കാണുന്നത്? നിങ്ങൾ നമ്മൾ 2 രാജാക്കന്മാരുടെ പുസ്തകം 6-ാം അധ്യായത്തിലൊരു സംഭവമുണ്ട്. ഞാനത് വായിപ്പിക്കുന്നില്ല, സമയം വായിപ്പിക്കുന്നില്ല. അതിനകത്ത് ഇങ്ങനെയാണ് പറയുന്നത്. ശമരിയയിൽ ഒരു പ്രവാചകനുണ്ട്, അദ്ദേഹത്തിൻ്റെ പേര് എലീഷ എന്നാണ്. രാത്രി ശിഷ്യനും പ്രവാചകനും കൂടെ കിടന്നുറങ്ങി. ഒരുപോലെ ഒരു വീട്, ഒരു സ്ഥലത്ത്, ഒരു മലയുടെ മുകളിലെ പ്രവാചകനും ശിഷ്യൻ ഗേഹസി ആയിരിക്കുമെന്ന് ചിന്തിക്കുന്നു. കൂടെ കിടന്ന് ഉറങ്ങി. രാവിലെ 2 പേരും ഉണർന്ന് ശിഷ്യൻ പുറത്തു വന്ന് നോക്കിയപ്പോൾ കണ്ടതെന്താണ്? ശിഷ്യനെ പുറത്തു വന്ന് നോക്കിയപ്പോൾ എന്ത് കണ്ടു? ദൈവത്തെ കണ്ടു, ശത്രു സൈന്യത്തെ കണ്ടു. മനസ്സിൽ എന്ത് തോന്നി? ഭയം തോന്നി. എന്താണ് സംസാരിച്ചത്? നിങ്ങൾ ആരും ബൈബിൾ വായിക്കുന്നവരല്ലെന്ന് എനിക്കറിയാം. എന്താ സംസാരിച്ചത്? യജമാനനെ നമ്മൾ ദർശിച്ചു. ഇതിലൂടെ വന്നിരിക്കുന്ന ചിലരുടെ മനോഭാവമാണ് ഇത് പറയുന്നത്. കൂട്ടായ്മയ്ക്കൊക്കെ പോവാം, സമാധാനത്തിനൊക്കെ പോവാം, പക്ഷേ നമുക്ക് ഇനിയൊരു മേൽഗതിയൊന്നും ഉണ്ടാകത്തില്ല. യജമാനനെ നമ്മൾ നശിച്ചു. ശത്രു സൈന്യം വന്ന് നമ്മൾ പാർക്കുന്ന മലയ്ക്ക് ചുറ്റും പാളയമിറങ്ങിയിരിക്കുന്നു. നിങ്ങൾ പിന്നീട് വായിച്ചോ, 2 രാജാക്കന്മാർ 6 വായിക്കുന്നത് ശത്രു സൈന്യത്തെ കാണുന്ന മാനുഷ്യ ദൃഷ്ടിയുള്ള ഒരു പ്രവാചക ശിഷ്യൻ. ഇത് കേട്ടുടനെ അകത്ത് ആത്മാവുള്ള പ്രവാചകൻ എന്താ പറഞ്ഞത്? എൻ്റെ അടുത്ത് പ്രതികരിച്ചേ. ഇവിടെ പ്രവാചകൻ എന്ത് പറഞ്ഞു? കർത്താവേ, ഇവൻ്റെ കണ്ണ്, ഇവിടെ കണ്ണടഞ്ഞിരിക്കുന്നവരുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞു, നാവ് കെട്ടിയ സെക്കരിയ പുരോഹിതൻ. ഇവിടെ അവിശ്വാസ നിമിത്തം കണ്ണടഞ്ഞു പോയ പ്രവാചക ശിഷ്യൻ. ഇവിടെ കണ്ണടഞ്ഞവരെ എല്ലാവരെയും കർത്താവ് കണ്ണ് തുറക്കട്ടെ. ഹല്ലേലൂയ. ദൈവാത്മാവുള്ള പ്രവാചകൻ അവൻ്റെ കൂടെ നടക്കുന്ന, കൂടെയുള്ള ദൈവത്തെയാണ് കാണുന്നത്. ദൈവത്തെ കാണുന്നവൻ ശത്രുവിനെ കാണത്തില്ല വലുതായിട്ട്. ദൈവത്തെ കാണുന്നവന്, ഹല്ലേലൂയ, എനിക്കിതിനെക്കുറിച്ച് വ്യാഖ്യാനിച്ചൊന്ന് പറയണമെന്ന് ആഗ്രഹം, സമയമില്ലാത്തോടെ നിർത്തുക. ശത്രുവിനെ കാണുവാനായിട്ട് കഴിയുന്ന ആളെ എന്താ? പ്രശ്നത്തെ. ഞങ്ങൾ നശിച്ചു പോയി, കരച്ചിലാണ്, ഉപവാസമാണ്, കണ്ണുനീരാണ്, വിടുതൽ തരണേ. പ്രവാചകൻ പറഞ്ഞു, കർത്താവ് ഇവൻ്റെ കണ്ണ് ഒന്ന് തുറന്നു കൊടുക്കണമേ. ഇനി നീ ഒന്ന് പോയി നോക്കാൻ പറഞ്ഞു. ഇപ്പോൾ എൻ്റെ കണ്ണിന് മാറ്റം വന്നപ്പോൾ ഇവൻ പോയി നോക്കിയപ്പോൾ എന്ത് കണ്ടു? പ്രവാചകനെ, യജമാനനെ ഇവിടെ പാർക്കുന്നത് നല്ലത്, സദനെ ഇവിടെ പാർക്കുന്നത് നല്ലത്. എന്താ കാണുന്നത്? ഇവിടെ പാർക്കുന്നത് നല്ലത്. എന്താ കാണുന്നത്? ആസനം കൊണ്ട് മയക്കി പിടിച്ച് പ്രസംഗിക്കുന്നതാണ് കാണുന്നത്. എന്ത് കാണുന്നുണ്ട്? അഗ്നിരഥങ്ങൾ, അഗ്നിയശ്വങ്ങൾ, ദൈവത്തിൻ്റെ ശക്തന്മാരായ ദൂതന്മാർ നമ്മുടെ പാർക്കുന്ന ഈ മലയ്ക്ക് ചുറ്റും പാളയമിറങ്ങിയിരിക്കുന്ന കാഴ്ച കണ്ട പ്രവാചകൻ പറഞ്ഞു, ഇവിടെ പാർത്താൽ മതി, നമുക്ക് ഇവിടെ ഇരിക്കുന്നത് നല്ലത്. ഒരിക്കൽ പത്രോസും യാക്കോബും യോഹന്നാനും പറഞ്ഞു, കർത്താവ് ഇവിടെ ഇരിക്കുന്നത് നല്ലത്. ഹല്ലേലൂയ. പോണോന്ന് ആഗ്രഹമില്ലേ? ഇപ്പം അല്ലേ പോണോന്ന് ആഗ്രഹമില്ല, പക്ഷേ ഞാനിപ്പം നിർത്തും. ഹല്ലേലൂയ. ദൈവത്തിന് സ്വന്തം. നിങ്ങൾക്ക് ഇഷ്ടമില്ലെങ്കിൽ എനിക്കറിയാം, നിങ്ങളുടെ മനസ്സെന്താണെന്ന് എനിക്കറിയാം. എന്താണ് ആഗ്രഹം? ഇവിടെ ഇരിക്കുന്നത് നല്ലത് എന്ന് തോന്നത്തക്കോണം. എന്താണ്? സഭായോഗം പെട്ടെന്ന് നിർത്തിയിരുന്നെങ്കിൽ ചൂട് കൂടുതൽ എന്ന് പിന്നെ അതില്ല, അല്ലെങ്കിൽ മഴ പെയ്തു എന്നൊക്കെ പറയുന്നത് കണ്ണ് പൊട്ടിയത് കൊണ്ടാ, ദൈവമില്ലാത്ത കൊണ്ടാ, നിന്റെ ഹൃദയദൃഷ്ടി പ്രകാശിപ്പിക്കപ്പെടാത്തത് കൊണ്ടാ. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ വചനത്തിന് മുമ്പിൽ സന്തോഷിക്കാൻ കഴിയാത്തത് എന്താ? ദൈവ സാന്നിധ്യം അനുഭവിക്കാൻ കഴിയാത്തത് കൊണ്ടാണ്. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഇവിടെ ദൈവത്തിൻ്റെ വചനം പറയുന്നു. ഹല്ലേലൂയ. നമുക്കറിയാം, സംഖ്യാപുസ്തകത്തിൽ ഞാൻ ആ വാക്യങ്ങളൊന്നും വായിക്കുന്നില്ല. നിങ്ങൾക്കറിയാവുന്ന മോശ പറഞ്ഞു, നിങ്ങൾ പോയി ഇസ്രായേൽ ദേശം, പലസ്തീൻ ദേശം ഉറ്റുനോക്കിയിട്ട് വരാൻ പറഞ്ഞു. 12 ഗോത്രപ്രഭുക്കന്മാരെ അയച്ചു. 12 പേരും കൂടെ പോയി. വിറച്ചും പേടിച്ചും കൂടെ 10 പേര് വന്നു. 10 പേര് വന്നിട്ട് പറഞ്ഞു, ഒരിക്കലും നടക്കത്തില്ല നമുക്ക്. ആ ദേശം മല്ലന്മാരുടെ ദേശമാണ്. ആ ദേശം മല്ലന്മാരെ കൊണ്ട് അവരുടെ മുമ്പിൽ ഞങ്ങൾ ചെന്ന് നിന്നപ്പോൾ
വെട്ടിലില്ലേ, നമ്മുടെ ഈ പറഞ്ഞു നടക്കുന്ന വിട്ടിലിനെ പോലെയുള്ള നമ്മൾ അവരെ എങ്ങനെ കീഴടക്കാൻ പറ്റും? നമുക്ക് തിരിച്ചു പോയാൽ മതി. മോശ പലതും പറയും, പാസ്റ്റർ പലതും പറയും, നമുക്ക് തിരിച്ച് നമ്മുടെ പഴയ പള്ളിയിലേക്ക് പോകാം, പഴയ മതത്തിലേക്ക് പോകാം എന്നും പറഞ്ഞുകൊണ്ട് 10 എണ്ണവും കൂടെ പ്രഭുക്കന്മാർ കൊണ്ട് ഇവിടെ വഴക്കുണ്ടാക്കുക. കാലേബും യോശുവയും കൂടെ നേരെ ചാടി മുന്നിൽ വീണം. മിണ്ടരുത് ഒറ്റ എണ്ണം. ദൈവം നമ്മുടെ കൂടെയുണ്ട്, ദൈവം നമ്മുടെ കൂടെയുണ്ട്. ഹല്ലേലൂയ. ദൈവത്തെ കാണുന്നവരെയൊക്കെ എനിക്കറിയാം. ഇവിടെ എന്ത് ദൈവത്തെ കാണുന്നവരെയും ഈ അനാക്യ മല്ലന്മാരെ കാണുന്നവരെ എനിക്കറിയാം, അല്ലെങ്കിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനറിയാം. ഹല്ലേലൂയ. അനാക്യ മല്ലന്മാരുടെ കാഴ്ച കണ്ട ഈ അനുഭവത്തിൽ ഇവിടെ എന്താണ് സംഭവിച്ചത്? ഈ പ്രഭുക്കന്മാർ കണ്ടതാരെയാണ്? ശത്രു സൈന്യത്തെയാണ്. ദൈവവുമായിട്ട് ബന്ധമില്ലാത്തവൻ പ്രതിസന്ധിയെ കാണുമ്പോൾ ദൈവമുള്ളവൻ, കാലേബ് യോശുവയും പറഞ്ഞു, ആ ദേശം നമ്മുടെ മുമ്പിൽ ഉരുകുക, നമ്മുടെ കൂടെ ദൈവമുണ്ട്. മുൻപിൽ കാണുന്ന പ്രതികൂലത്തെ കണ്ട് ഭയന്ന് നിൽക്കുന്നവൻ്റെ അവൻ സെക്കരിയാവിനോടുള്ള ബന്ധത്തിൽ പറയുക, നിന്റെ ഭാര്യയുടെ മച്ചിയായിരിക്കുന്ന അവസ്ഥ നീ മറക്ക്, നിന്റെ വാർദ്ധക്യത്തിൽ നിന്ന് മറക്ക, നിന്റെ ഭാര്യ വൃദ്ധയാണെന്നത് മറക്ക, നിന്റെ സാഹചര്യങ്ങളെ മറക്ക, സാഹചര്യങ്ങളെ നോക്കരുത്, പ്രതികൂലങ്ങളെ നോക്കരുത്. നിന്നെ വിളിച്ചത് ദൈവമാണ്. ദൈവത്തിന് നിന്നെക്കുറിച്ചൊരു പദ്ധതിയുണ്ട്. ഒരു യോഹന്നാനെന്ന മകനെ തരാനാണ് ഇത്ര നാൾ കാത്തിരുന്നത്. യോഹന്നാനെ കിട്ടണമെങ്കിൽ കാത്തിരിക്കണം. അബ്രഹാമിനോട് ചോദിച്ച്, ഹല്ലേലൂയ, ഹാഗാറിൽ നിന്നൊരു മകനുണ്ടായി, വാഗ്ദത്ത സന്തതിയാണോ? അവൻ്റെ പേരെന്താ? ഇസ്മായിൽ. വാഗ്ദത്ത സന്തതിയല്ല. വാഗ്ദത്ത സന്തതിയെ കാത്തിരിക്കണമെങ്കിൽ 25 വർഷം കാത്തിരിക്കണം. പക്ഷേ സാറാമ്മച്ചിക്ക് മനസ്സില്ല. സാറാമ്മച്ചി പറഞ്ഞു, ഞാൻ വയസ്സ് ചെയ്യുന്നവൾ, നീ എൻ്റെ ദാസിയുണ്ടല്ലോ, പിന്നെ അവളുടെ അടുത്ത് ചെല്ലേ, ഹാഗാറിലെ എനിക്കൊരു കുഞ്ഞിനെ എൻ്റെ മടിയിൽ നിന്ന് വളർത്താമല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് പെട്ടെന്ന് കിട്ടണമെങ്കിൽ മക്കളെ ഇസ്മായിലിനെ കിട്ടത്തുള്ളൂ. ഇസ്ഹാക്കിനെ കിട്ടണമെങ്കിൽ കാത്തിരിക്കണം. വാഗ്ദത്തം കിട്ടണമെങ്കിൽ കാത്തിരിക്കണം. ഇസ്മായിലിനെ കിട്ടണമെങ്കിൽ എളുപ്പം. ഹല്ലേലൂയ. യോഹന്നാനെ കിട്ടണമെങ്കിൽ കാത്തിരിക്കണം. ആരാ യോഹന്നാൻ എന്നറിയാമോ? സ്ത്രീകളിൽ നിന്ന് ജനിച്ചവരിൽ ഏറ്റവും വലിയവൻ. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. സ്ത്രീകളിൽ നിന്ന് ജനിച്ചവരിൽ ഏറ്റവും വലിയവനെന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന യോഹന്നാൻ. അവനെക്കുറിച്ചൊന്നും എനിക്ക് പറയാനായിട്ട് വാക്കുകളില്ല. ഈ യോഹന്നാനെ ഏറ്റവും നല്ലത് കിട്ടണമെങ്കിൽ, ദൈവികമായത് കിട്ടണമെങ്കിൽ നിനക്ക് വിശ്വാസം വേണം. നീ കാത്തിരിക്കണം. പലരും നിന്നെ തകർക്കാൻ നോക്കും, പലരും നിന്നെ തകർക്കാനായിട്ട് നോക്കും. പക്ഷേ അവിടെയൊന്നും നീ തകരരുത്. ഹാഗാർ വന്നിട്ട് പറയും, അല്ലെങ്കിൽ സാറാ വന്നിട്ട് പറയും, ചെല്ല്, നമുക്ക് എളുപ്പം കിട്ടുന്ന വഴി നോക്ക്, ഒന്ന് പ്രാർത്ഥിച്ചൊരു ഉപവാസം എടുത്തിട്ട് ഒരിക്കൽ ദൈവദാസൻ പഠിപ്പിച്ചൊന്ന് പ്രാർത്ഥിപ്പിച്ചിട്ട് ഇപ്പം കിട്ടുന്നവരും ഉണ്ടെങ്കിൽ നോക്ക്. ഹല്ലേലൂയ. കിട്ടുന്നത് ഇസ്മായിലായിരിക്കും. അത് നിന്റെ തലവേദനകൾ, അത് നിന്നെ തകർക്കും. ദൈവം തരുന്നത് വരെ കാത്തിരിക്കുന്ന ദീർഘക്ഷമയോടെയുള്ള വിശ്വാസം നമുക്കുണ്ടോ? ഇല്ലെങ്കിൽ ഇന്ന് പ്രാപിച്ചോണം. ദൈവം നമുക്ക് തരാൻ പോകുന്ന ഏറ്റവും നല്ലതാണ്, ഏറ്റവും നല്ലതാണ്. അതാണ് അതിൻ്റെ പ്രത്യേകത. യോഹന്നാൻ എന്നായിരിക്കും അവൻ്റെ പേര്. അവൻ അനേകരുടെ ഹൃദയങ്ങളെ ദൈവത്തിങ്കിലേക്ക് നയിക്കും. ഇതൊക്കെ പറഞ്ഞിട്ട് ഹല്ലേലൂയ, ഇവിടെ നമ്മൾ വായിക്കുന്ന ഭാഗത്ത് ഞാൻ പെട്ടെന്ന് എൻ്റെ വാക്കുകളെ ഉപസംഹരിക്കുകയാണ്. അവൻ പുറത്തു വന്നാറെ അവരുടെ സംസാരിക്കാൻ കഴിഞ്ഞില്ല. ശുശ്രൂഷ കാലം എത്തിയതിനു ശേഷം അവൻ വീട്ടിലേക്ക് പോയി. ആ നാളുകൾ കഴിഞ്ഞിട്ട് അവൻ്റെ ഭാര്യ എലിശബത്ത് ഗർഭം ധരിച്ചു. മനുഷ്യരുടെ ഇടയിൽ എനിക്ക് ഉണ്ടായിരുന്ന നിന്ന നീക്കുവാൻ കർത്താവ് എന്നെ കടാക്ഷിച്ച നാളിൽ ഇങ്ങനെ എനിക്ക് ചെയ്തു തന്നിരിക്കുന്നു എന്ന് പറഞ്ഞ് 5 മാസം ഒളിച്ച് പാർത്തു. ഇപ്പം എന്താ ഒളിച്ചു പാർക്കുക? ഇപ്പം എന്താ ഒളിച്ചു പാർക്കുന്നത്? ഒളിച്ചു പാർക്കുന്നതിൻ്റെ രഹസ്യം എന്താ? ദൈവം തന്ന നന്മ പുറത്ത് പറഞ്ഞാൽ ലോകം പറയും, വിഡ്ഢിത്തം പറയുന്നത്. ദൈവം ചെയ്ത അത്ഭുതങ്ങളെ നമ്മ ലോകത്തിന് മനസ്സിലാക്കാൻ കഴിയാത്തതുപോലത്തെ അത്ഭുതമായിരിക്കും. ഈ വൃദ്ധയായിരിക്കുന്ന സ്ത്രീ ഇപ്പം വയറ് വീർത്ത് 5 മാസം ഗർഭിണിയായി ഒളിച്ചു പാർക്കുക. ആരുടെയും മുമ്പിൽ
അപമാനം വരാതിരിക്കാനായിട്ട് ഒളിച്ചു പാർത്താലും 5 മാസം കഴിഞ്ഞപ്പം കൊച്ചമ്മ എഴുന്നേറ്റ് മറിയയുടെ വീട്ടിലേക്ക് ചെന്നു. ദൈവത്തിൽ ഒളിച്ചു വെക്കാൻ പറ്റത്തില്ല. ഇത് ദൈവത്താൽ സംഭവിച്ചതാണ്. മറിയങ്ങോട്ട് വന്നു. ഓക്കെ, പ്രൈസ്. അപ്പം ഇവിടെ ഞാൻ പറയുന്നത് ഈ കൊച്ചം അപ്പോഴാണ് കാര്യം വെളിച്ചത്തായത്. ദൈവമക്കളെ, ഞാൻ എൻ്റെ വാക്കുകളെ നിർത്തുകയാണ്. ഹല്ലേലൂയ. ഇവിടെ ഞാൻ പറയുന്ന വിഷയം, എന്തിനാണ് ഇത്രയും ദൈവം താമസിപ്പിച്ചത്? ദൈവം യോഹന്നാനെ കൊടുക്കാൻ വേണ്ടിയാണ് താമസിപ്പിച്ചത്. എന്തിനാണ് ഈ എലിശബത്തിനെയും കുടുംബത്തെയും ദേവാലയത്തിൽ പ്രത്യക്ഷപ്പെട്ട ദൂതനിലൂടെ അനുഗ്രഹം കൊടുത്ത് വാർദ്ധക്യത്തിൽ ഒരു അത്ഭുതം ചെയ്തത്? പ്രതീക്ഷ നഷ്ടപ്പെട്ട, സ്വപ്നങ്ങൾ നഷ്ടപ്പെട്ടു പോയ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ചോദിക്കുന്ന വിഷയം വെറും മെറ്റീരിയലിസ്റ്റിക്കാണോ? വെറും ഭൗതിക, തിന്നുന്ന കുടിക്കുന്ന താൽക്കാലികമായ നന്മയാണോ? പക്ഷെ സെക്കരിയാവിൻ്റെ പ്രാർത്ഥനയും എലിശബത്തിൻ്റെ പ്രാർത്ഥനയും ഭൗതികതയല്ലായിരുന്നു. അവരുടെ വിഷയം, അവർക്കൊരു മകനുണ്ടാകണമെങ്കിൽ അവൻ ദൈവസന്നിധിയിൽ വലിയവനാണ്. അവൻ ദൈവരാജ്യത്തിന് പ്രയോജനപ്പെടണം. ഹല്ലേലൂയ. നിങ്ങളുടെ ഇവൻ്റെ ചിന്ത, നിങ്ങൾക്ക് പണം കിട്ടുമ്പോൾ, നിങ്ങൾക്ക് ആരോഗ്യം കിട്ടുമ്പോൾ, നിങ്ങൾക്ക് കുടുംബം കിട്ടുമ്പോൾ, നിങ്ങൾക്ക് നന്മ കിട്ടുമ്പോൾ അത് എൻ്റേതായി ലോകം കണ്ടിട്ട് ദൈവത്തെ അറിയണമെന്നാണോ ചിന്തിക്കുന്നത്? അത് ദൈവത്തിൻ്റെ പദ്ധതിക്ക് വേണ്ടി. ഞാൻ പറയുന്നത്, ഒരു പുകഴ്ച കിട്ടിയാൽ നമ്മൾ എല്ലാവരും പറയും, പലരും പറയും, എങ്ങനെ എനിക്ക് സമ്പത്ത് വന്നപ്പോൾ, എനിക്ക് ഉയർച്ച വന്നപ്പോൾ സമൂഹം എന്നെ നോക്കിയില്ല. സമൂഹം ദൈവത്തെ കാണത്തില്ല. അവർ കാണുന്നത് നേരെ നമ്മൾ ചിന്തിക്കുന്നതിന് എതിരായിട്ടേ അവർ കാണത്തുള്ളൂ. നമ്മൾ തിന്ന് പുളച്ച് സുഖിച്ച് ആരെങ്കിലും, നമ്മളിപ്പോൾ എന്ത് ചെയ്തു, ഞാൻ എൻ്റെ ഒരു അനുഭവം പങ്കുവെച്ചതാണ്. ഒരാൾക്ക് കൊണ്ട് ഒരു സഹായിച്ചു. ബസ് അതെന്ത് ചെയ്ത് അവർ പറഞ്ഞ് എവിടുന്നോ അമേരിക്കയിൽ നിന്ന് കിട്ടുന്ന കാശത്തിന്, ആ കാശിനകത്തുനിന്ന് എനിക്ക് കൊണ്ട് ഇച്ചിരി തന്നു. എങ്ങനെ ദൈവം നാം മഹത്വപ്പെട്ട്? ഇല്ലില്ല, അമേരിക്കയിൽ നിന്ന് കിട്ടിയാണെന്ന് അവർ പറയുന്നത്. ഞാൻ കഷ്ടം സഹിച്ച് പട്ടിണി കിടന്നതിനകത്തുനിന്ന് ഒരു ഓഹരി കൊണ്ട് കൊടുക്കുക. അവരെ അടിച്ചു പൊളിച്ച് ഞാനൊരു ചൈനീസ് പട്ട് സാരി എൻ്റെ പ്രിയപ്പെട്ടവർക്ക് ഇഷ്ടപ്പെട്ടത് ഒരു കുട്ടിക്കൊണ്ട് കൊടുത്തു. അവൾക്കൊരു നല്ല വസ്ത്രമില്ലൊന്നുമില്ല. പിറ്റേ പ്രാവശ്യം ചെന്നപ്പോഴത്തേക്ക് കട്ടനിട്ട് വെച്ചിരിക്കുന്നത് എൻ്റെ വില അവർക്കറിയത്തില്ല. അവർ നമ്മൾ ചാണിക്കുന്ന പ്രവൃത്തി. അതേസമയത്ത് ദൈവം തന്നെ നമ്മളിലൂടെ ചെയ്യുന്നൊരു പ്രവൃത്തിയുണ്ട്. ദൈവം പ്ലാൻ ചെയ്തൊരു പദ്ധതിയുണ്ട്. അതൊരു യോസേഫായിരിക്കാം, അതൊരു ദാനിയേലായിരിക്കാം, അതൊരു പക്ഷേ യോഹന്നാനായിരിക്കാം, അതല്ലെങ്കിൽ ഇസഹാക്കായിരിക്കാം. ദൈവത്തിൻ്റെ സ്വപ്നം എൻ്റെ ജീവിതത്തിൽ നടക്കാൻ വേണ്ടി പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന, എൻ്റെ ഇഷ്ടം നടത്തണമേ. അല്ല, കർത്താവേ, നീ എന്നിൽ നിന്ന് എന്ത് പ്രതീക്ഷിക്കുന്നു? എൻ്റെ കുടുംബത്തിൽ നിന്നും എന്ത് പ്രതീക്ഷിക്കുന്നു? നീ കർത്താവ് എൻ്റെ മകനിൽ നിന്ന് എന്ത് പ്രതീക്ഷിക്കുന്നു? എൻ്റെ മകളിൽ നിന്ന് പ്രതീക്ഷിക്കുന്നു? ദാരിദ്ര്യമാണോ? പൗലോസിനോട് ചോദിച്ചു നോക്കിയേ, കഷ്ടതയോ, സങ്കടമോ, പട്ടിണിയോ, ഉപദ്രവമോ, നഗ്നതയോ, ആപത്തോ ആണ് ഇതിൻ്റെ അപ്പുറത്ത് പറയുന്നുണ്ട്. പക്ഷെ ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൽ നിന്ന് വേർതിരിപ്പാൻ നിന്റെ നാമം, നിന്റെ രാജ്യം വളരണം, നിനക്ക് വേണ്ടി പ്രയോജനപ്പെടാൻ ഇന്നത് എനിക്ക് വേണം. ഞാൻ ചോദിക്കുന്നതൊക്കെ കേൾക്കണോ? നിങ്ങൾ ഞെട്ടിപ്പോവും. നാളെ സംഭവിക്കാൻ പോകുന്ന എന്നോട് കർത്താവ് പറഞ്ഞ കാര്യമായി പറയുന്നത്, എൻ്റെ കയ്യിൽ കർത്താവ് ജാതികളെ മേയ്പ്പാനുള്ള ഇരുമ്പ് തെണ്ണാണ് തന്നിരിക്കുന്നത്. അങ്ങനെ എൻ്റെ അകത്തേക്ക് കർത്താവ് തന്നിരിക്കുന്ന സ്വർഗീയമായിരിക്കുന്ന കൃപാദാനങ്ങളെ എൻ്റെ കർത്താവ് നേരിട്ട് കാണിച്ചതാണ്. ഞാനിങ്ങനെ കാത്തിരിക്കുക. ഇപ്പം ദൂതൻ വന്ന് പ്രത്യക്ഷപ്പെട്ട് സെക്കരിയാവരോട് പറഞ്ഞതുപോലെ എന്നോട് കർത്താവ് ഇങ്ങനെ ഇടപെടാൻ തുടങ്ങി. ഞാൻ കാണുന്നുണ്ടൊരു ദൂതൻ അല്ലെങ്കിൽ ദൈവ സന്ദേശം വന്ന് നിൽക്കുന്നത്. ഞാനത് പ്രാപിച്ചു. ഹല്ലേലൂയ. ഓടുക. ഞാൻ എന്തിനാ? ആമേൻ. എനിക്കറിയാം അതുവരെ എങ്ങനെയെങ്കിലും ഇഴഞ്ഞും മരിഞ്ഞുകളൊക്കെ ഞാൻ ഈ ശുശ്രൂഷ ചെയ്യും. ഇഴഞ്ഞും മരിഞ്ഞുമെങ്കിലുമൊക്കെ എങ്ങനെയെങ്കിലുമൊക്കെ ശുശ്രൂഷ ചെയ്യും. കർത്താവ് പറഞ്ഞത് സംഭവിക്കും. ഞാൻ വിശ്വസിക്കുന്നു. എന്നോട് കർത്താവ് പറഞ്ഞത്, എന്താ മക്കളെ കർത്താവ് പറഞ്ഞത്? എന്താണ് നിന്നെക്കുറിച്ച് കർത്താവിൻ്റെ പദ്ധതി? എന്ത് പറഞ്ഞിട്ടുണ്ട്? ഹല്ലേലൂയ. നമ്മളോട് കർത്താവ് പറഞ്ഞത് സംഭവിക്കുമെന്ന് വിശ്വസിക്കണം. നമ്മൾ അതുവരെ കാത്തിരിക്കണം. എൻ്റെ ലക്ഷ്യമൊന്നു മാത്രം, ദൈവരാജ്യം. ഹല്ലേലൂയ. എൻ്റെ ഈ ആരോഗ്യം കൊണ്ട്, എൻ്റെ കുടുംബം കൊണ്ട്, എൻ്റെതായ നന്മകളെ കൊണ്ട് എനിക്ക് എന്ത് കിട്ടിയാലും ദൈവരാജ്യം വളരണം. എൻ്റെ വാക്കുകൾ ദൈവമക്കളെ, ഇവിടെ ഇപ്പം ഒളിച്ചു മാറുക. ഞാനും ഇപ്പോൾ ഒളിച്ചു മാറുക. ഹല്ലേലൂയ. എനിക്ക് കർത്താവ് വന്നു കഴിഞ്ഞു. ഞാനിപ്പം എന്ത് ചെയ്തു? പോളിയോങ്കിച്ചോ പറഞ്ഞതുപോലെ ഗർഭം ധരിച്ചു. ഹല്ലേലൂയ. പോളിയോങ്കിച്ചോ ഗർഭം ധരിച്ച് സൈക്കിളായിരുന്നു ഞാൻ അതല്ല ഗർഭം ധരിച്ചത് എൻ്റെ സ്വപ്നങ്ങൾ, എന്നെ കർത്താവ് കാണിച്ച ദർശനങ്ങളാണ് ഞാൻ ഗർഭം ധരിച്ചത്. തീർച്ചയായിട്ടും ദൈവം തൻ്റെ പദ്ധതി പറഞ്ഞെങ്കിൽ അതുപോലെ ചെയ്യും.
ദൈവം പറഞ്ഞതൊന്നും മാറ്റിവെക്കാൻ ദൈവം നമ്മെ പോലെ മനുഷ്യരല്ല. ദൈവം പറഞ്ഞ ഓരോന്നും ഞാൻ പറയട്ടെ, നിങ്ങൾക്കൊരു വീട് തരാമെന്ന് കർത്താവ് പറഞ്ഞെങ്കിൽ അത് തന്നിരിക്കും കേട്ടോ. എത്ര താമസിച്ചാലും നിങ്ങൾക്കൊരു വാഹനം തരാമെന്ന് ഞാൻ പറഞ്ഞ ഭൗതികതയിൽ ദൈവം നമ്മളെ ചിന്തിക്കുന്നില്ലെന്ന് ചിന്തിക്കരുത്. നിങ്ങളുടെ മക്കൾക്കൊരു നല്ല ഭാവി തരാമെന്ന് പറഞ്ഞാൽ അത് ദൈവം തന്നിരിക്കും. ദൈവം അങ്ങനെയൊക്കെ പറയുന്നില്ലെന്നല്ലേ പറഞ്ഞത്. അതൊക്കെ താൽക്കാലികമാണ്, അതൊക്കെ ക്ഷണികമാണ്. അത് ജോലി കിട്ടിയതുകൊണ്ടെല്ലാം നല്ലതാകണമെന്നൊന്നും നിർബന്ധമില്ല. നീ ചിന്തിക്കുന്ന പോലെ വന്നതുകൊണ്ടെല്ലാം നല്ലതാണോ നിർബന്ധമില്ല, ആത്മീയമാകണമെന്നില്ല. അല്ലെങ്കിൽ എന്നാൽ ദൈവത്തിൻ്റെ വേലയ്ക്ക് വേണ്ടി, ദൈവരാജ്യത്തിന് വേണ്ടി നിന്നോട് പറയുന്ന കാര്യങ്ങൾ ഇതാണ് സെക്കറിയാവിനോട് എലിശബത്തിനോട് പറഞ്ഞത്. അതിനെ മെറ്റീരിയലിസ്റ്റിക് ആക്കരുതെന്ന് മാത്രം എനിക്കൊരു അപേക്ഷയുണ്ട്. ആക്കിയാലും കുഴപ്പമില്ല. അതിനകത്ത് ആത്മീയത നമ്മൾ കണ്ടെത്താൻ ഇടവരണം. കർത്താവ് നമ്മുടെ ധാരണ സഹായിക്കട്ടെ. നമുക്ക് കണ്ണുകളടയ്ക്കാം, പ്രാർത്ഥിക്കാം.